നിലപാടുകളുടെയും പാപ്പയെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആത്മീയതയും മതവിശ്വാസങ്ങളും ആചാരങ്ങളും ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു പാപ്പ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പല കാരണങ്ങളാൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും പാപത്തെ പാപമായി ഏറ്റുപറയാൻ തെല്ലും മടി കാണിക്കാത്ത വലിയിടയൻ കാലം കടക്കുമ്പോൾ ഒരു ആത്മകഥ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഹോപ്പ്. തന്റെ വൈയക്തികാനുഭവങ്ങൾ അക്ഷരങ്ങളിലേക്ക് പകർത്തിയ ആദ്യ മാർപ്പാപ്പയായും ഫ്രാൻസിസ് പാപ്പയെ വായനാ സമൂഹം വാഴ്ത്തിപ്പാടി. സ്വവർഗാനുരാഗത്തോടും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളോടും വർണ്ണവിവേചനങ്ങളോടും പ്രകൃതി പരിസ്ഥിതി ചൂഷണങ്ങളോടും സമചിത്തതയോടെ തന്റെ ഉത്തരവാദിത്ത ഭാരമുള്ള കസേരയിലിരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ അദ്ദേഹം സംവദിച്ചു. ലൈംഗിക ന്യൂനപക്ഷങ്ങളായ LGBTQ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ ചേർത്തു പിടിക്കാനുള്ള തീരുമാനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വിപ്ലവാത്മകമായ നീക്കമായാണ് പലരും വിലയിരുത്തുന്നത്. സ്വവർഗ ലൈംഗികത പാപമാണെന്ന സഭയുടെ നിലപാടിനെ മുറിച്ചുകടക്കാതെ തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻഗാമികളിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു. 88-ാം വയസ്സിൽ മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്താൽ സ്വാധീനിക്കപ്പെട്ടവരുടെ എണ്ണത്തിലും ഗുണത്തിലും ജാതിയോ മതമോ വർഗമോ തലമുറ വ്യത്യാസമോ ഇല്ലതെന്നാണ് പാപ്പയെ ഇതുവരെയുള്ള മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്.